ഈ ഔറംഗസീബ് 1690 ഗ്യാൻവാപ്പിയിലെ ഇപ്പോൾ പറയുന്ന പള്ളി വെക്കുന്ന സമയത്ത് അവിടെ ക്ഷേത്രങ്ങളില്ല. ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ക്ഷേത്രത്തിനും അന്ന് അവിടെ തറക്കല്ലിട്ടിട്ടില്ല. 1690 ശേഷം 110 കൊല്ലം കഴിഞ്ഞു. 1780കളുടെ അവസാനം അഹല്യാഭായി ഹോൾക്കർ എന്ന മധ്യപ്രദേശ് ആസ്ഥാനമായി ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ അന്ന് വ്യത്യസ്ത രാജാക്കന്മാർ ഭരിച്ചല്ലോ. അഹല്യാഭായി ഹോൾക്കർ എന്ന വനിതയാണ് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്, പണി കഴിപ്പിച്ചത് 1780-ലാണ്. ഔറംഗസീബ് പള്ളി പണിഞ്ഞത് 1690-ലാണ്. അന്ന് ആ സമയത്ത് അവിടെ എന്തില്ല? അവിടെ ഒരു ക്ഷേത്രവും ഇല്ല. ഇന്ന് പറയുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ആ സ്ഥലത്ത് വന്നത് 110 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അഹല്യാഭായി ഹോൾക്കർ എന്ന ഭരണാധികാരി അതിന്റെ പണി കഴിപ്പിച്ചു. സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജാവായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് ആണ് 1800കളുടെ അവസാനം 100 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അതൊന്നുകൂടി പുതുക്കി പണിഞ്ഞത്. അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രണ്ട് രാജാക്കന്മാരും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം പണിയുമ്പോ അഹല്യാഭായി ഹോൾക്കറിന്റെ അരികിൽ ആ ഗ്യാൻവാപ്പിയിലെ പള്ളിയുണ്ട്. അത് പൊളിച്ചിട്ട് പണിയാനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ അവര് മാന്യയായിരുന്നു. അവരുടെ ജീവിതം കുലീനമായതുകൊണ്ട് അവർ ആരാധനാലയത്തെ തൊട്ടിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. അതിനുശേഷം അത് പുതുക്കി പണിഞ്ഞവർ 1800കളിൽ വീണ്ടും അത് പണിഞ്ഞു, റീബിൽഡ് ചെയ്തു. അപ്പോഴെല്ലാം അതിനെ പുതുക്കി പണിഞ്ഞ ആളുകൾ പോലും ആരാധനാലയം അതുകൂടി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ടില്ല. 5 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്താരമുള്ള കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് ഈ കാണുന്ന ഗ്യാൻവാപ്പിയിലെ പള്ളിയിലെ 1 ഇഞ്ച് ഭൂമിയുടെ ആവശ്യമില്ല. മറിച്ച് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ചോരപ്പുഴ ഒഴുക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുടെ തുടക്കമാണത് എന്ന് ഇവിടുത്തെ ജനാധിപത്യ സമൂഹം മനസ്സിലാക്കണം. 5 ലക്ഷം ചതുരശ്ര വിസ്തീർണമുള്ള ഭൂസമ്പത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മഹിമ പറയാൻ ഗ്യാൻവാപ്പി പള്ളിയിലെ 1 തുണ്ട് ഭൂമി പോലും ആവശ്യമില്ല. അത്ര തലയെടുപ്പുള്ള ദേവാലയത്തിന്റെ അരികിൽ ആ പള്ളിയുണ്ട്. അതുകൂടി പൊളിച്ചിട്ട് അതിന്റെ പേരിൽ ഇവിടെ ഒരു പൊളിറ്റിക്സ് അവതരിപ്പിക്കുകയാണ്. പരസ്പരം തമ്മിൽ തല്ലിയും കൊന്നും ജീവിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെ പാകപ്പെടുത്തുന്ന അപകടകരമായ നീക്കത്തിനെതിരെ ഇവിടുത്തെ മനുഷ്യ സമൂഹം നിൽക്കണം. ഇതാണ് ചരിത്രം. ഔറംഗസീബ് പള്ളി വെക്കുമ്പോൾ ക്ഷേത്രമില്ല. അതിനുശേഷം ക്ഷേത്രം നിർമ്മിച്ചു. അവരാ പള്ളി പൊളിച്ചിട്ടില്ല. അതിനുശേഷം ആ ക്ഷേത്രം പുനർനിർമ്മിച്ചു. അപ്പോഴും ആ പള്ളിയിൽ തൊട്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് ചരിത്രമെങ്കിൽ ആ ചരിത്രത്തെ മുഴുവനോ നിഷ്പ്രഭമാക്കുക. അപ്പൊ എന്താണ് ഇവർ പറഞ്ഞു വരുന്നത്? അഹല്യാഭായി ഹോൾക്കറേക്കാൾ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ഹൈന്ദവരെക്കാൾ മൂല്യമുള്ളവരാണ് ഞങ്ങൾ. അവർക്കാർക്കും തിരിയാത്തത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൂടി ഞങ്ങളുടേതാണ് എന്ന് പറയുമ്പോ കഴിഞ്ഞുപോയ ഒരു വലിയ തലമുറയുടെ വിശ്വാസത്തെ കൂടി അവർ ചോദ്യം ചെയ്യാൻ ലോകത്തിന്റെ മുമ്പിൽ അവരുടെ വിശ്വാസത്തെ ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിമിഷ നേരം കൊണ്ട് ട്വിറ്ററിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവനും ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ അറിയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വാസത്തെയും സഹിഷ്ണുതയെയും ലോകത്തിന്റെ മുന്നിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു സമൂഹം വരുമ്പോ ഇത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് ഞങ്ങൾ ഉച്ചൈസ്തരം പറയുന്നത്. ഐസിസ് എന്ന പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ലോകത്തിന്റെ പലയിടങ്ങളിൽ നടന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ ഇസ്ലാമല്ല എന്ന് വിളിച്ചു പറയാനുള്ള തന്റെ ഇടം കാണിച്ചത് പള്ളി മെഹ്റാബുകളാണെങ്കിൽ, ആ പറഞ്ഞത് ശരിയാണെന്ന് ഉറച്ചു പറഞ്ഞത് ഇവിടുത്തെ വിശ്വാസികളാണെങ്കിൽ, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുകയാണ്, ഇത്തരത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ സഹിഷ്ണുതയെയും നിങ്ങളുടെ ആശയങ്ങളെയും ലോകത്തിന് വലിച്ചു കീറാൻ പാകത്തിൽ വെച്ചു നീട്ടുന്ന കേവലം ന്യൂനപക്ഷമായ ഇത്തരം വർഗീയവാദികളെ ചരിത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ചരിത്രാവബോധത്തോടെ വിചാരണ ചെയ്ത് മാറ്റി നിർത്താനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്ന് എന്റെ സഹോദര സമുദായത്തോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം എന്താ, ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട്. ലോകത്തിൽ നിന്ന് ആരാണ് ഇത് വായിക്കാത്തത്? ഇംഗ്ലീഷുകാരൻ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഫ്രഞ്ചുകാരൻ, ജർമ്മനിയിൽ നിന്നുള്ള ആൾ, ഓസ്ട്രേലിയക്കാരൻ,
എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ മീഡിയകൾ അവതരിപ്പിച്ചു കൊടുക്കാൻ ഇന്ന പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നം ഇങ്ങനെയാണ്, ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നം ഇങ്ങനെയാണ്, ഈ പ്രശ്നത്തിന്റെ പിന്നിലുള്ള മോട്ടീവ് ഇതാണ്, അതിന്റെ പിന്നിലുള്ള വിശ്വാസം ഇതാണ്. ഇന്ത്യ രാജ്യത്ത് 1947 ഈ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോ ഏതൊക്കെ ആരാധനാലയങ്ങൾ ആരുടെയൊക്കെ പക്കലാണോ ഉണ്ടായിരുന്നത് അവരുടെ പക്കൽ തന്നെ ഉണ്ടാകണം. അതിന്റെ മേൽ പിന്നെ വരുന്ന ചർച്ചകളെ സ്വീകരിക്കേണ്ടതില്ല. ഈ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. 991 സെപ്റ്റംബർ 18 ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് നടപ്പാക്കിയ നിയമമാണ്. അതിൽ നിന്ന് ബാബരി മസ്ജിദ് ഒഴിവാണ്. കാരണം അതിന്റെ വിവാദം ആരംഭിക്കുന്നത് അതിനു മുമ്പെയാണ്. അവിടെയാണ് ഇനി മുതൽ ഈ രാജ്യത്തെ ഏതെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോ അതിന്റെ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത് 947 ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോ ആ ആരാധനാലയം ആരുടെ പക്കലാണോ അവരുടെ കൈകളിൽ നിൽക്കട്ടെ. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളോ അതുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങളോ എല്ലാം ക്രിമിനൽ ഒഫൻസിന്റെ ഭാഗമാണ്. സ്വീകരിക്കാൻ പാടില്ല എന്ന പാർലമെന്റ് പാസാക്കിയ മുഴുവൻ നിയമങ്ങളെയുമാണ് വാരണാസിയിലെ താഴെ കോടതി വളരെ നഗ്നമായി ലംഘിച്ചു കളഞ്ഞത്. ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഉദൂഖാനയിൽ ഉദൂ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹർജി വന്നപ്പോഴേക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആളെ അയച്ചു. നഗ്നമായി നീതിയെ ലംഘിച്ചു, നഗ്നമായി നിയമത്തെ ലംഘിച്ചു കളഞ്ഞു. അതിനെ സർവേ ചെയ്യാൻ ആളെ അയച്ചു. അത് പൂട്ടാൻ ഉത്തരവിടുന്നു. ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യത്തിന്റെ നിയമം പരിപാലിക്കേണ്ട കോടതികൾ തന്നെ വർഗീയവാദികളോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ മനുഷ്യർ പിന്നെ എവിടെ നിന്ന് നീതി ലഭിക്കുമെന്നാണ് വിശ്വസിക്കേണ്ടത്. ഈ മനുഷ്യരുടെ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ആളുകളുടെയും പ്രതീക്ഷ ഇന്ത്യ രാജ്യത്തിന്റെ കോടതികളാണ്. താഴെ കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ളവർ ഈ രാജ്യത്തെ വർഗീയമായി വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഈ രാജ്യം എന്നാണ് ഗതി പിടിക്കുക? നമ്മൾ ആലോചിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വർഗീയത ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് ജീവിത സംബന്ധമായ മുഴുവൻ വിഷയങ്ങളും വീണ് താറുമാറാകും. ഡോളറിനെതിരെ നമ്മുടെ പൈസയുടെ നിരക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. വീട്ടിലേക്ക് പാചകവാതകം ഗ്യാസ് വാങ്ങാൻ ഇറങ്ങിയാൽ എത്ര കൊടുക്കണമെന്നറിയില്ല. പെട്രോൾ അടിക്കാൻ പോകുന്ന ആളിന്റെ കീശ കാലിയാകുന്നത് അറിയുന്നില്ല. നമ്മുടെ നാടുകളിൽ ഭക്ഷ്യക്ഷാമം വരുന്നത് അറിയുന്നില്ല. ദരിദ്രരുടെ പട്ടികയിൽ നമ്മൾ താഴോട്ട് പോയതറിയുന്നില്ല. മനുഷ്യഗന്ധിയായ മുഴുവൻ പ്രശ്നങ്ങളും മാറ്റിവെച്ചു. നമ്മുടെ ഇടയിൽ വർഗീയത കുത്തിവെച്ചു. ഒന്നും അറിയണ്ട, വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും മുസ്ലിമിനെ കൊന്നാൽ മതി, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വർഗീയമായി ചിന്തിച്ചാൽ മതി എന്നതിലേക്ക് രാജ്യമെത്തിയാൽ അത് രാജ്യത്തിന്റെ പുരോഗതിക്കായിരിക്കില്ല. നമ്മളത് മനസ്സിലാക്കണം, നമ്മുടെ സമൂഹം അത് മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്തെ സഹിഷ്ണുതയുടെ അടയാളമാണ് പള്ളികളോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പള്ളികൾ.